നമസ്കാരം. ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വേർപിരിയുന്നു എന്ന വാർത്ത ഗോസിപ്പ് ഗോളങ്ങളിൽ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ സമീപകാലത്ത് ആ ഗോസിപ്പ് ഗോളങ്ങൾ മുമ്പൊന്നുമില്ലാത്ത വിധം ശക്തി പ്രാപിച്ചിരുന്നു. വേർപിരിഞ്ഞു എന്ന് വരെ വാർത്തകളെത്തി. പൊതുവേദികളിൽ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ഒന്നിച്ചെത്താത്തതും ബച്ചൻ കുടുംബവുമായി ഐശ്വര്യ പൂർണ്ണമായി അകന്നു നിൽക്കുന്നതെല്ലാമായിരുന്നു വാർത്തകൾക്ക് അടിസ്ഥാനം. ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് ഐശ്വര്യ മകൾക്കൊപ്പവും അഭിഷേകും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊപ്പവുമാണ് വന്നത്. എന്ത് ചടങ്ങിനും അവാർഡ് ഷോയ്ക്കും ഐശ്വര്യയ്ക്കൊപ്പം മകൾ ആരാധ്യ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. ആരാധ്യയുടെ സ്കൂളിലെ പരിപാടികൾക്കും അഭിഷേക് ഉണ്ടാകാറില്ല. മകൾക്ക് നിറഞ്ഞ പിന്തുണ നൽകി അവിടെയും ഐശ്വര്യ റായ് തനിച്ചെത്തുന്നു. എന്നാൽ ഇപ്പോൾ ആരാധകരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരുമിച്ചെത്തിയിരിക്കുകയാണ് അഭിഷേകും ഐശ്വര്യയും. അഭിഷേകിന്റെ മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഐശ്വര്യ മാറി താമസിക്കാൻ കാരണമെന്നും തുടങ്ങിയ പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നിരുന്നത്. താരങ്ങൾ പൊതുപരിപാടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുറഞ്ഞതോടെ ഊഹാപോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇരുവരും ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ താരങ്ങൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുമിച്ച് 2 കാറുകളിലായിട്ടാണ് അഭിഷേകും ഐശ്വര്യയും എത്തിയത്. ഇവർക്കൊപ്പം അഭിഷേകിന്റെ പിതാവും നടനുമായ അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു. ഐശ്വര്യ മുന്നിലെ കാറിൽ വന്നിറങ്ങുമ്പോൾ അമിതാഭും അഭിഷേകും ഒരുമിച്ച് പിന്നിലെ കാറിൽ വരികയായിരുന്നു. ശേഷം ഐശ്വര്യ കൂടി ഇവർക്കിടയിലേക്ക് എത്തുകയും മൂവരും ഒരുമിച്ച് അകത്തേക്ക് കയറി പോകുന്നതുമാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. മാത്രമല്ല, കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും കപ്പിൾ ലുക്കിലാണ് എത്തിയത്. തിരക്കിനിടയിൽ അഭിഷേക് ഭാര്യയെ ചേർത്ത് പിടിക്കുന്നതും താരങ്ങൾ കൈകോർത്തു നടന്നു പോകുന്നതുമൊക്കെ വീഡിയോയിൽ വ്യക്തമായി കാണാം. ഇതോടെ മുൻപ് വന്ന വാർത്തകളിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. 2007 ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹിതരാവുന്നത്. പിന്നാലെ സിനിമകളിൽ നിന്നും ചെറിയ ഇടവേളകൾ എടുത്ത ഐശ്വര്യ 2011 മകൾ ആരാധ്യയ്ക്ക് ജന്മം കൊടുത്തു. ശേഷം മകളെ വളർത്തുന്നതിനായി പൂർണ്ണമായിട്ടും അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തമിഴ് സിനിമയിലൂടെ വീണ്ടും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ് നടി. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലൂടെ 2 ഭാഗങ്ങളിലും നന്ദിനി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഐശ്വര്യയ്ക്ക് സാധിച്ചു. ഇതിലൂടെ പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് നടി.